അല്ല നീ എന്താ അമ്പിളി ഇവിടെ? ഞാൻ ലച്ചുമോളെ വിളിച്ചോണ്ട് പോകാൻ വന്നതാണ്ടി. അല്ല നഴ്സറിയിൽ നിന്ന് നേരത്തെ വിട്ടോ? വിച്ചോട്ടാ ലച്ചു ഇവിടെ ആണോ? അല്ലമ്പിളി, നിന്റെ കൊച്ചിനെ എപ്പോഴും ഇവിടെ ചേർത്തത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. അവളെ ഇന്ന് ചേർത്തതേ ഉള്ളൂ ആന്റി. വിച്ചുമോൻ ഇവിടെ ആയതുകൊണ്ട് സൗകര്യമുണ്ടല്ലോ, രണ്ടുപേർക്കും കൂട്ടായല്ലോ. അപ്പൊ ഇതൊക്കെ നേരത്തെ കണക്കൂട്ടി വെച്ചിരിക്കുവായിരുന്നു അല്ലേ? കൊള്ളാം. അനന്തം മാഷും മക്കളും പഞ്ചരത്നം വിട്ട് ഇങ്ങോട്ട് കുടിയേറാൻ തീരുമാനിച്ചു കാണും. അതെന്താ ആന്റി ഒരു മൊനവെച്ച സംസാരം? അതെന്താ ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പാടില്ല? പിന്നെ ഈ നാട് എല്ലാവർക്കും കൂടിയിട്ടുള്ളതാണല്ലോ. പക്ഷേ ഈ ഒളിച്ചുകളി വേണ്ടായിരുന്നു. ഒളിച്ചുകളിയോ? എന്തൊളിച്ചുകളി? നീയും രഘുവും അനുവിന്റെ വീട്ടിൽ വന്ന് താമസം തുടങ്ങിയതും നിന്റെ മോളെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തതും ഒന്നും എന്റെ മരുമകൾ ഇതുവരെ എന്റെ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല. ആ അല്ല, ഞങ്ങൾ ആരെങ്കിലും അറിഞ്ഞ അത് മുടക്കിയാലോ എന്ന് വിചാരിച്ചാവും. എന്ത് മുടക്കാൻ? ഞങ്ങളുടെ ഏതെങ്കിലും കാര്യം മുടക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഒന്ന് ചുമ്മാ അതിരിയാണ്ടി. പിന്നെ ഞങ്ങൾ താമസിക്കുന്നതേ അനുവിന്റെ വീട്ടിലല്ല, ദാസങ്ങളുടെ കൂടെ. ഓ, ലച്ചുമോൾ ഇവിടെ ചേർക്കാൻ വന്നപ്പോഴാ അനു പോലും ഇക്കാര്യം അറിയുന്നത്. നടക്കട്ടെ. ഇനി കൂടെ കൂടെ ഇതുപോലെ കാണാമല്ലോ എല്ലാവർക്കും. ഓ, ഇങ്ങനെയാണെങ്കിൽ കാണാതിരിക്കുന്നതാ നല്ലത്. അയ്യോ, നമ്മൾ തമ്മിൽ കാണുന്ന കാര്യമല്ല പറഞ്ഞത്. നിനക്ക് നിന്റെ അനിയത്തിക്കും തമ്മി കാണാമല്ലോ. അത്യാവശ്യം ആനന്ദം മാഷിനും മക്കളെയും പേരക്കുട്ടികളെയും കാണാൻ ഇവിടെ വന്നാ മതിയല്ലോ. അത് ശരിയാ. അനുവിനെയും വിച്ചുമോനെയും കാണാൻ നിങ്ങളുടെ വീട്ടിൽ വരുന്നതിലും നല്ലത് ഇവിടെ വന്ന് കാണുന്നതാ. ഒരു സ്വസ്ഥതയെങ്കിലും കിട്ടുമല്ലോ. എടി, എന്റെ വീട്ടിലെ സ്വസ്ഥത നശിപ്പിച്ചതേ നിന്റെ അച്ഛനും നിന്റെ അനിയത്തി കൂടിയാ. അതറിയോ നിനക്ക്? അച്ഛനും മക്കളും കൂടി റോഡിൽ അലഞ്ഞു നടന്ന ഒരു പിച്ചക്കാരനെ പിടിച്ച് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് കുടിയിരുത്തിരിക്കുക. അത് ഞാൻ അറിഞ്ഞായിരുന്നു. അയാളൊരു ബാധ്യതയാണെന്ന് തോന്നുന്നുണ്ടെങ്കിലേ അങ്ങ് ഇറക്കി വിടണോ ആന്റി? പിന്നെ പിച്ചക്കാരനായാലും ഭ്രാന്തനായാലും മക്കളുടെ അച്ഛൻ തന്നെ. എടി, എന്റെ മക്കളുടെ അച്ഛൻ ആരാണെന്ന് നീയും നിന്റെ വീട്ടുകാരും അല്ലടി തീരുമാനിക്കുന്നത്. ഞാനാ. എന്റെ മക്കളുടെ അച്ഛൻ പണ്ടേ ചത്തും മണ്ണടിഞ്ഞതാ. ആന്റി, പണ്ടത്തെ കാലായിരുന്നെങ്കിൽ ഇതൊക്കെ പറഞ്ഞു ഒഴിയായിരുന്നു. പക്ഷേ ഇപ്പൊ അത് നടക്കില്ല. അച്ഛൻ ആരാണെന്നും മക്കൾ ആരാണെന്നൊക്കെ അറിയാനേ DNA ടെസ്റ്റ് നടത്തിയാ മതി. ഇനി അതിലും അയാൾ അച്ഛനല്ലെന്ന് തെളിയിക്കാൻ ആന്റിക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ആർക്കും ഒന്നും പറയാനുണ്ടാവില്ല. പക്ഷേ ആന്റിയുടെ പേര് ചിലപ്പോ മാറ്റേണ്ടി വരും. ഒന്ന് പോ ആന്റി. അനുപമയെ പേടിപ്പിക്കുന്ന പോലെ അമ്പിളിയെ പേടിപ്പിക്കാൻ നോക്കല്ലേ. ഇതാള് വേറെയാ കേട്ടോ. വിച്ചുമോനെ വല്യമ്മ കൊച്ചിനെ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, വാ ഇങ്ങോട്ട്.